ഞങ്ങൾ മലേഷ്യയിൽ ഫാമിലിയായിട്ട് ടൂർ പോയപ്പോഴേക്കും ബർജായ ടൈം സ്ക്വയറിലെ കദിർ പസംബോർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ എന്നീ കാണാൻ പോകുന്നത്. ബർജായ മെട്രോ സ്റ്റേഷനിലേക്ക് കയറുന്ന മുന്നേ ഉള്ള 7-Eleven നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത്. ലഞ്ച് ഞങ്ങൾ ബർജായ ടൈം സ്ക്വയറിലുള്ള മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡീൽസ് തന്നെയാണ്. നല്ല അടിപൊളി ഡീൽസ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇവിടെ എന്തായാലും കയറാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. കദിർ പസംബോർ അതാണ് കടയുടെ പേരിട്ട. ഒന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് ഫോട്ടോ എല്ലാം ഉണ്ട്. അയ്യോ, ഐസ് കസാങ് ഉണ്ട് കേട്ടോ ഇവിടെ പറഞ്ഞ പോലെ. ഈ ഡീൽസ് മൊത്തം വാലിഡ് അണ്ടിൽ December 31 മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ ചായം കടിയും സെറ്റപ്പ് പോലെയൊക്കെ. അത് ഫ്രൈഡ് ചിക്കനാന്ന് തോന്നുന്നുണ്ട്. ഇമിറ്റേഷൻ ക്രാബ്. എല്ലാവരും അവിടെ ഇരുന്നട്ടാ. ഈ കിടക്കുന്ന സാധനങ്ങളും ഓഫറിലുണ്ട്. പിന്നെ ഇത് കുറേ ഐസ് ടീ കിടപ്പുണ്ട്. മാംഗോ ജ്യൂസ്, ലെമൺ ഐസ് ടീ, ബ്ലാക്ക് കറണ്ട് ഡ്രിങ്ക്, ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഇവിടെ എന്തോ ചോക്ലേറ്റ് എന്തോ സാധനങ്ങൾ വേറെ. ഞാനിവിടെ ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കും അവരെല്ലാവരും അവിടെ ഓൾറെഡി സീറ്റഡ് ആയിരുന്നു. അവരൊക്കെ മെനു ഒക്കെ നോക്കി ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അത് പിന്നെ എന്നെ പോലെ ഞാൻ റാമൻ ഫാനാണ്. അപ്പോൾ അവൻ ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് മറ്റുള്ളവർ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ദുബായിലൊക്കെ ഉള്ള ചായക്കട പോലെ ഫീൽ ചെയ്യണം. ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിഷ്ടമുള്ള എടുക്കണം. ഇഷ്ടമുള്ള പീസ് നോക്കി ഒരെണ്ണം എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളൊരു പീസ് നോക്കി എടുത്ത് നേരെ ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയി അവരിതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവരത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ഇതുവരെ എന്തൊക്കെ ഐറ്റംസ് എടുത്തേക്കണം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ബില്ലും കൂടെ കാണിച്ചു തരും. അപ്പോൾ ടേബിൾ നമ്പർ 4 നമുക്ക് ബില്ലായിരിക്കുന്നത് 55 റിംഗിറ്റ് അങ്ങനെ എന്തോ ആണ്. 45 എന്തോ. വല്ല പ്രൈസിങ് ആണ് ഇവിടെ. ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ അമ്മക്കാണ്. ചിക്കൻ ഫ്രൈ പലതരമുണ്ട്. മറ്റേ അപ്പുറമുള്ളവരുടെ ഫുഡ് വെള്ളം ഇറക്കിയതുകൊണ്ടാണോ എന്നറിയില്ല. ചേച്ചി അപ്പം തന്നെ ഞങ്ങൾ വിളിച്ചു കറക്റ്റായിട്ട് ഫുഡ് റെഡി ആയെന്നും പറഞ്ഞുകൊണ്ട്. ഈ ഹോട്ടലിൽ നിന്ന് നേരെ അടിയിലൊക്കെ നോക്കി നമ്മൾ വന്ന സ്ഥലമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ബർജായ ടൈം സ്ക്വയറിൽ ഇപ്പോൾ ഫുഡ് ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡ് ഇവിടുത്തെ കേട്ടോ. ഈ ടൈം സ്ക്വയറിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡ് ഇവിടുത്തെ 25. മുട്ട പൊഴിഞ്ഞതിന് 34 രൂപ. മുട്ട കളയണം നാറികളൊക്കെ ഒന്ന് കണ്ടോ. ക്രാബ് മീറ്റ് ബോളാണ് കേട്ടോ. ഫിഷ് ബോള് അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇമിറ്റേഷൻ ക്രാബ്. ഇതെന്ന് രാവിലെ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ബുഫേയിൽ നമ്മൾ രാവിലെ ഇരുന്ന് കഴിച്ചത്. ചിക്കൻ ഫ്രൈ എത്തി. അവിടെ ചോദിച്ചപ്പോൾ വേണ്ടെന്നല്ലേ നീ പറഞ്ഞത്? നീ കഴിക്കണ്ട. ഈ ചിക്കൻ ഫ്രൈ പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല. ഓരോരുത്തർ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതും വരാൻ തുടങ്ങി. നാസി ലമാക്ക് വന്നു, നാസി ഗുറങ്ങ് വന്നു, പിന്നെ മീ ഗുറങ്ങ് വന്നു. അങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ടോ. നാസി എന്ന് പറഞ്ഞ റൈസ്, മീ എന്ന് പറഞ്ഞാൽ ഗുറങ്ങ്. ഇതാണ് മീ ഗുറങ്ങ്. നാസി ലമക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല. കാരണം അതിനകത്ത് ഉണക്ക മീനുണ്ടാവും. അതിൻ്റെ മണമൊന്നും വിവേകിനൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എനിക്കും അത് തീരെ ബോധിച്ചില്ല. പക്ഷേ മീ ഗുറങ്ങ് അങ്ങനെയല്ല. ഇന്തോനേഷ്യൻ ഡിഷും ആയിട്ട് കൂടിയും അത് നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു. അത് മലേഷ്യയിലും ഭയങ്കര പോപ്പുലറാണ്, ഇന്തോനേഷ്യൻ ഡിഷ് ആണെങ്കിൽ പോലും. അതുപോലെ തന്നെ മീ ഗുറങ്ങിനായിരുന്നു ഏറ്റവും ഇടി. ഇത് കൂടാതെ ഗ്ലാസ് നൂഡിൽസ് വന്നു. അത് കിഡു സാധനമായിരുന്നു. അത് ഗ്ലാസ് നൂഡിൽസ് പൊതുവെ തായ് ഡിഷാണ്, പക്ഷേ ഇവിടെയും അത് ഫേമസ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഈ റാമിയോങ് പോലത്തെ സാധനമാണ്. ഇവിടെ വേറൊരു പേരാണ് അതിന്. പക്ഷേ ഇത് പൊതുവെ കൊറിയൻ റെസ്റ്റോറൻറ്റ്സിലാണ് കൂടുതലും കാണുന്നത്. റാമിയോങ് എന്ന് പറഞ്ഞിട്ട് മാഗി പോലെ ഒരു സംഭവമാണ്. എന്തായാലും ഇവിടെ അതിന് വേറൊരു പേരായിരുന്നു. അത് കഴിക്കണത് കണ്ടിട്ട് കൊതിയായിട്ട് ഞങ്ങൾ 2 പീസ് പറഞ്ഞു. ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം കൂടി 75.5006 ആയത്. വേറൊരു ബെനിഫിറ്റ് കൂടി ഇവിടെ ഉണ്ട്. എൻ്റെ 1 കാർഡ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് ഇവിടെ ആക്സെപ്റ്റ് ആയി. അതുകൊണ്ട് തന്നെ ഞാനാണ് പേയ്മെൻറ്റ് കാർഡിൽ നിന്ന് കൊടുത്തത്. എനിക്ക് പ്രത്യേകിച്ച് വലിയ എക്സ്ട്രാ ചാർജസ് കാര്യങ്ങളൊന്നും ആയില്ല. നല്ല ഫുഡുമായിരുന്നു കേട്ടോ.